തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിലെ LDFിന്റെ തകർച്ചയാണ് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പൊ ചർച്ചാ വിഷയം. പത്രങ്ങളാണെങ്കിലും ടെലിവിഷൻ ചാനലുകളാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇനി യൂട്യൂബ് ചാനലുകൾ, ഇവിടെയെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് CPMന്റെ നേതൃത്വത്തിലുള്ള LDF തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള ധാരാളം പ്രയോഗങ്ങളുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ അടിത്തറ തകർന്നു, UDFന്റെ തേരോട്ടം, ഇങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട്. ധാരാളം കാരണങ്ങൾ, തോൽവിയുടെ കാരണങ്ങൾ ഓരോരുത്തർ നിരത്തുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച, ഈ സർക്കാരിന്റെ ധാർഷ്ട്യം, ധിക്കാരം, അങ്ങനെ പല പല കാരണങ്ങൾ. ഇതൊക്കെ ആ പരാജയത്തിന് കാരണമായി മാറിയിട്ടുമുണ്ട്. പക്ഷേ കൃത്യമായിട്ട് CPMന് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ആ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന LDFന് എന്ത് സംഭവിച്ചു എന്ന് ആലോചിക്കുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാരണം CPM എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ്. CPM പാർട്ടി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ നേതൃത്വം കൊടുത്ത പ്രചാരണ തന്ത്രങ്ങൾ, അതൊക്കെ പരാജയപ്പെട്ടൊന്നുമല്ല. ആ പാർട്ടി, സത്യം പറഞ്ഞാൽ ആ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായി മാറി. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് ചോർന്നുപോയി. കമ്മ്യൂണിസ്റ്റ് സ്വഭാവമില്ലാത്ത ഒരു മുതലാളി പാർട്ടിയായിട്ട്, ഒരുപക്ഷെ അങ്ങനെ പോലും പറയാം, ആ രീതിയിലേക്ക് ആ പാർട്ടി കൂപ്പുകുത്തുകയാണ് ചെയ്തത്. അത് CPMന്റെ നേതാക്കള് വേണ്ട പോലെ മനസ്സിലാക്കിയില്ല. അങ്ങനെ പറയുന്നത് അത്ര ശരിയല്ല. മനസ്സിലാക്കിയില്ല എന്നല്ല, മനസ്സിലാക്കിയവരത് പുറത്തു പറയാൻ മടിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലായി എന്നവർ ഭാവിച്ചില്ല. പക്ഷെ സാധാരണ പാർട്ടി പ്രവർത്തകര്, അനുഭാവികള്, പിന്നെ ആ പാർട്ടിയോട് സ്നേഹമുണ്ടായിരുന്ന വ്യക്തികള്, സഹയാത്രികര്, ഇവരൊക്കെ കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കി. ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചു പോന്ന, അല്ലെങ്കിൽ വോട്ട് ചെയ്തു പോന്ന പാർട്ടിക്ക് വലിയ അപജയം സംഭവിച്ചിരിക്കുന്നു, അത് മറ്റൊന്നായി മാറിയിരിക്കുന്നു. ആ നിരാശയിൽ നിന്ന്, അതായത് ഇങ്ങനെ പോയാൽ ഈ പാർട്ടിക്ക് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായ അനുഭവം കേരളത്തിലും ഉണ്ടാകും എന്ന് നന്നായിട്ട് മനസ്സിലാക്കിയ ആളുകൾ അവർ മാറി വോട്ട് ചെയ്തു. കുറച്ചുപേര് കോൺഗ്രസിന് വോട്ട് ചെയ്തു. ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന്റെ ഒക്കെ ഭാഗമായതുകൊണ്ട് കോൺഗ്രസിനോടുള്ള പഴയ പരമ്പരാഗത ശത്രുത കുറച്ചൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് CPMകാർക്ക്. അങ്ങനെയുള്ളവര് എങ്കിൽ പിന്നെ കോൺഗ്രസിന് വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തു. ഇനി ഒരു കാരണവശാലും ഇനി എന്തു സംഭവിച്ചാലും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യില്ല എന്ന പിടിവാശിയുള്ളവര്, കടുത്ത നിലപാടുള്ള ആളുകള് ഒരു BJPക്ക് വോട്ട് ചെയ്തു. അതാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പില് പഞ്ചായത്തിന്റെ വിവിധ തലങ്ങളില്, മുനിസിപ്പാലിറ്റികളില്, കോർപ്പറേഷനുകളിലൊക്കെ നമ്മൾ കണ്ടത്. ഓരോ തലത്തിലും LDFും UDFും നേടിയ വാർഡുകളുടെ, ഡിവിഷനുകളുടെ ഒക്കെ എണ്ണം നോക്കുമ്പോൾ എല്ലായിടത്തും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇവിടങ്ങളിലെല്ലാം മുൻപിൽ നിൽക്കുന്നത് UDF. അതുപോലെ കടുത്ത തകർച്ചയാണ് CPMനുണ്ടായത്. അതാ പറഞ്ഞത്, ആ പരാജയത്തിന്റെ കാരണം ആ പാർട്ടി തന്നെ. CPMന് ആശയപരമായും രാഷ്ട്രീയമായും ഉണ്ടായ തകർച്ച, അത് ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതാ. പാർട്ടി നേരത്തെയും തോറ്റിട്ടുണ്ട്. അസംബ്ലി, പാർലമെന്റ്, എന്തിന് 2010 തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ്, അവിടെയൊക്കെ പാർട്ടിക്ക് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. അതിന് കാരണങ്ങൾ വേറെയാ, ഇന്നത്തെ കാരണമല്ല. ഈ പാർട്ടി എന്ന് പറയുന്നത് P. കൃഷ്ണപിള്ള, EMS, AKG മുതലായ മഹാരഥന്മാർ നേതൃത്വം കൊടുത്തൊരു പാർട്ടിയാണ്. അത് മാത്രമല്ല, ഈ നേതാക്കളൊക്കെ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, വ്യക്തിപരമായ ഭിന്നതകള്, വിഭാഗീയതയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോ കാലത്തും. ആദ്യഘട്ടങ്ങളിലെ EMSും P. കൃഷ്ണപിള്ളയും ഒന്നിച്ചു നിന്നു. മറുഭാഗത്ത് ഏറ്റവും വലിയ ജനകീയ നേതാവായിരുന്ന AKG ആയിരുന്നു. ഒരു സന്ദർഭത്തിൽ P. കൃഷ്ണപിള്ളയോടും EMSനോടും ഒക്കെ മത്സരിച്ച് AKG മദിരാശിയിലേക്ക് ഒരു പട്ടിണി ജാഥ നടത്തി, സമാന്തര പട്ടിണി ജാഥ. മദിരാശി എന്ന് പറയുമ്പോൾ മലബാറിൽ നിന്നാണ് ഈ ജാഥ പുറപ്പെട്ടത്. അന്ന് മദിരാശി പ്രവിശ്യയുടെ ഭാഗമാണ് മലബാർ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ചെന്നൈ എന്ന് വിളിക്കുന്ന, മദ്രാസ് എന്ന് വിളിച്ചിരുന്ന മദിരാശിയിലേക്ക് ഈ ജാഥ നടത്തിയത്. സമാന്തരമായിരുന്നു. പക്ഷെ അവരൊരിക്കലും അവരുടെ പാർട്ടിയെ സ്വന്തം സ്വത്താക്കി മാറ്റിയിട്ടില്ല. P. കൃഷ്ണപിള്ളയോ പിന്നീടുള്ള കാലത്ത് EMSോ AKGയോ അവരാരും ഒരു സ്വകാര്യ സ്വത്താക്കി പാർട്ടിയെ മാറ്റില്ല. അവരുടെ സ്വത്തുക്കള് വിറ്റ് ആ തുക പാർട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ പാർട്ടിയെ സ്വത്ത് സമ്പാദനത്തിനുള്ള വഴിയായിട്ട് ഇവരാരും കണക്കാക്കിയോ കരുതുകയോ ചെയ്തില്ല. നായനാരൊക്കെ അങ്ങനെയാ ചെയ്തത്. PS അങ്ങനെയുള്ള ഒരു വലിയൊരു ഒരു പ്രഫുല്ലമായ ഒരു പാരമ്പര്യം ഈ പാർട്ടിക്കുണ്ട്. അവരാരും തന്നെ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ രക്ഷിക്കാൻ, സ്വന്തം നിലയ്ക്ക് സ്വത്ത് സമ്പാദിക്കാൻ, അതിനൊന്നും ഈ പാർട്ടി അവർ ഉപയോഗിച്ചിട്ടില്ല. അതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ചരിത്രം. അത് CPM ആയാലും CPI ആയാലും അതിപ്പോൾ മാറിയിരിക്കുക.
ഇപ്പോൾ ഈ പാർട്ടി CPM എന്ന് പറയുന്നത് പിണറായി വിജയൻ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുക. അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സ്തുതിപാഠകര്, അദ്ദേഹത്തിന്റെ PR വർക്ക് ചെയ്യുന്നവര്, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള അടവുകള് പയറ്റുന്നവര്, ഇവരൊക്കെയാണ് ഇന്ന് പാർട്ടിയിലെ പ്രധാന ആളുകൾ. അല്ലാതെ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ഒഴുക്കിയ സാധാരണ സഖാക്കളോ അവരുടെ കൂട്ടത്തിൽ നിന്ന് വളർന്നു വന്നവരോ അല്ല. പെട്ടെന്നാണ് നേരെ നേതൃത്വത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ കൈവശമാണ് ഈ പാർട്ടി. അവരെല്ലാവരും നിൽക്കുന്നത് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ചുറ്റുമായിട്ടാണ്. പിണറായി വിജയന്റെയും പിണറായി വിജയന്റെ കുടുംബത്തിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഈ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയായിട്ട് മാറി. അവരുടെ ഉത്തരവാദിത്തമായി. ഈ എക്സാലോജിക്ക് പ്രശ്നമുണ്ടല്ലോ, കരിമണൽ കൈക്കൂലി, അതിന്റെ മാസപ്പടി 1.78 കോടി രൂപ പിണറായി വിജയന്റെ മകളുടെ ഉടമസ്ഥരുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ചെയ്യാത്ത ജോലിക്ക് ഈ കരിമണൽ കമ്പനിയിൽ നിന്ന് വാങ്ങി എന്നുള്ളതാണ് ആരോപണമല്ല, അന്വേഷണത്തിൽ തെളിഞ്ഞ കാര്യമാണ്. അപ്പോ പിണറായി വിജയന്റെ മകളെ സംരക്ഷിക്കേണ്ട ചുമതല പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ഏറ്റെടുക്കേണ്ടി വന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഏർപ്പാടാ, അവർ തമ്മിലുള്ള കച്ചവടമാണ്, ബിസിനസ്സാണ്. അതിൽ നമുക്കെന്താ കാര്യം? പാർട്ടിക്ക് എന്താ കാര്യം? പിണറായിയുടെ മകളായതുകൊണ്ട് അവർ ബിസിനസ് നടത്തരുത് എന്ന് പറയാൻ പറ്റുമോ? ആ ഒരു ന്യായീകരണം ഉണ്ടായത്. നിയമസഭയിൽ പ്രതിപക്ഷം ഇത് ഉന്നയിച്ചു. ഇത് അഴിമതിയല്ലെന്നായിരുന്നു മറ്റൊരു വിശദീകരണം. നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പിണറായി വിജയൻ അതേപ്പറ്റി സംസാരിച്ചവർക്കെതിരെ വല്ലാത്തൊരു നിലപാടാണ് എടുത്തത്. ഓർമ്മയുണ്ടാവും അദ്ദേഹത്തിന്റെ ശരീരഭാഷ. അന്ന് CPM-ലെ മുഴുവൻ MLA-മാരും ഒന്നിച്ച് പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി എഴുന്നേറ്റു. നടുത്തളത്തിലേക്കൊക്കെ ഇറങ്ങിയവര്. ഇത് പാർട്ടിയെ സംരക്ഷിക്കാനായിരുന്നില്ല, പാർട്ടിയെ കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്ന ഒരു നേതാവിന്റെ മകളുടെ കമ്പനി നടത്തിയ അഴിമതിയെ ന്യായീകരിക്കാനായിരുന്നു, പ്രതിരോധിക്കാനായിരുന്നു. അതാണ് നടന്നത്. ഇത് കേരളം മുഴുവൻ കണ്ടതാ. പാർട്ടി പ്രവർത്തകരും അനുഭാവികളും സഹയാത്രികരോ കണ്ടുകൊണ്ടിരിക്കുക. CPM-നോട് താല്പര്യമുള്ളവരിത് കൃത്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് വിമർശനം എന്ന് പറയുന്നത്. ആ പാർട്ടിയിൽ ആരെയും വിമർശിക്കാം. കേരള പാർട്ടി EMS-നെ പോലും വിമർശിച്ചിട്ടുണ്ട്. വലിയ നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്, പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്താൽ. ഷീന പാർട്ടിയിൽ വിമർശനമില്ല. കാരണം പിണറായി വിജയനെ വിമർശിക്കാൻ ആർക്കും അധികാരമില്ല, അവകാശമില്ല. അങ്ങനെ വിമർശിക്കുന്ന ഒരു പാർട്ടിയിൽ എപ്പോ പുറത്തായെന്ന് ചോദിച്ചാൽ മതി. ഇപ്പൊ പാർട്ടിയുടെ ഉന്നത സമിതികളില് കേന്ദ്ര കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് നോക്കൂ. കേന്ദ്ര കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അവിടേക്കൊക്കെ പുതുതായിട്ട് വന്നിട്ടുള്ള ആളുകൾ എല്ലാവരും പിണറായി വിജയനെ സ്തുതി പാടുന്നവരാ, പിണറായിക്ക് വേണ്ടി നിൽക്കുന്നവരാ, പിണറായിയുടെ ആ സേനയിൽപ്പെട്ടവരാ. അല്ലാതെ സാധാരണ പ്രവർത്തകർക്ക് അവിടെ ഒരു പ്രവേശനമില്ല. അർഹതയുള്ള ധാരാളം ആളുകൾ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒക്കെ ഒഴിവാക്കപ്പെടുകയാണ്. കേന്ദ്ര കമ്മിറ്റിയിൽ പോലും പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ, പിണറായി വിജയന് വേണ്ടി കേന്ദ്ര കമ്മിറ്റിയിൽ വാദിക്കാൻ പറ്റുന്ന ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയം പാർട്ടിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളതല്ല, പിണറായി വിജയൻ അനുകൂലമാണോ അല്ലെങ്കിൽ പിണറായി വിജയനെ വിമർശിക്കുന്നതാണോ എന്ന് നോക്കി അദ്ദേഹത്തെ ന്യായീകരിക്കാനും പ്രതിരോധിക്കാനും തയ്യാറാകുന്ന ആളുകളെ കൊണ്ട് നിറച്ചിരിക്കുക, അല്ലെങ്കിൽ ആളുകളെ വെച്ചിരിക്കുക. നിറച്ചിരിക്കുന്നു എന്ന് പറയുന്നില്ല, ആളുകളെ വെച്ചിരിക്കുക. ഇനി പിണറായി വിജയനെയോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവരെയോ വിമർശിച്ചാൽ അവർക്ക് പാർലമെന്ററി രംഗത്തോ അല്ലെങ്കിൽ പാർട്ടി രംഗത്തോ മുകളിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. അങ്ങനെ ഒഴിവാക്കപ്പെട്ടു പോയി എത്ര നേതാക്കൾ ഇന്ന് ആ പാർട്ടിയിലുണ്ട്. സുരേഷ് കുറുപ്പൊക്കെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളാ. അവരാരും പിണറായി വിജയന് വേണ്ടി കൊള്ളൂത്ത് നടത്തുന്നവരല്ല, ആയിരുന്നില്ല. അതുകൊണ്ടാണ് അവരൊക്കെ പാർട്ടിയിലെ പദവി കിട്ടാതെ പുറന്തള്ളപ്പെട്ടു പോയത്. പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ പോലും പിണറായി വിജയൻ ഒരു എതിർവായില്ല. കേരളത്തിൽ നിന്നുള്ള ആളാണ് ജനറൽ സെക്രട്ടറി MA ബേബി. നല്ലൊരു വ്യക്തിയാണ് വ്യക്തിപരമായിട്ട്. പക്ഷെ അദ്ദേഹം പോലും പിണറായി വിജയനേക്കാൾ താഴെയാണോ എന്നാണ് ഈ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്ന ആളുകൾക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല, അങ്ങനെയാണ് സാധാരണ ജനങ്ങളും പാർട്ടിയിൽ അടിത്തട്ടിലുള്ളവരും കരുതി വെച്ചിരിക്കുന്നത്. നോക്കൂ, CPM-ന്റെ നിലപാടുകൾക്ക് അല്ലെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് നയത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളിലും ഈ ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതെല്ലാം പിണറായി വിജയന്റെ താല്പര്യമനുസരിച്ചാണെന്നും കൂടെ ഓർക്കേണ്ടതുണ്ട്. അതൊക്കെ സംസ്ഥാന സമിതിയിലോ കേന്ദ്ര കമ്മിറ്റിയിലോ ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഏറ്റവും അവസാനത്തെ ഉദാഹരണം PM ശ്രീയാ. PM ശ്രീയുമായി ബന്ധപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചതാ. മുന്നണി ഘടകകക്ഷികൾക്കിടയിലോ അല്ലെങ്കിൽ ഏകോപന സമിതിയിലോ മന്ത്രിസഭയിലോ പോലും ചർച്ച ചെയ്യാതെ PM ശ്രീ കരാർ ഒപ്പുവയ്ക്കുക. PM ശ്രീ കരാറിനെ ഏറ്റവും അധികം എതിർത്തിരുന്നത് CPM-ആ. സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമായിട്ടാണ് CPM എന്നതിനെ കണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഒപ്പുവയ്ക്കുക. അത് സംസ്ഥാന സമിതി ചർച്ച ചെയ്തോ?
സംസ്ഥാന സെക്രട്ടറി ചർച്ച ചെയ്തോ? ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ നിലപാട് ജനങ്ങളോട് പറഞ്ഞോ? പിന്നീട് കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ചേർന്നു, അവിടെ ഇത് ചർച്ച ചെയ്തോ? ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിനെതിരായിട്ട് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം, സംസ്ഥാന ഭരണം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് കരാർ ഒപ്പുവെച്ച കാര്യം ചർച്ച ചെയ്തോ? ചെയ്തെങ്കിൽ എന്താണ് കേന്ദ്ര കമ്മിറ്റിയുടെ PBയുടെ നിലപാടെന്ന് ആളുകളോട് പറഞ്ഞോ? ഇതൊക്കെ ബംഗാളിൽ പാർട്ടി തകർന്ന് തരിപ്പണമാകുന്നതിന് മുമ്പ് സംഭവിച്ച കാര്യങ്ങളുടെ ആവർത്തനമാണ്. മറക്കരുത്. രാജ്യസഭയിൽ ഒരു കേന്ദ്ര BJP മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, BJP സർക്കാരും കേരള സംസ്ഥാന സർക്കാരും തമ്മിൽ ഈ കരാർ ഒപ്പുവെച്ചതിന്റെ പിന്നിൽ ഒരു പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആണെന്ന്. ജോൺ ബ്രിട്ടാസ് ഒരു അഭിമാനമായിട്ടാണ് എടുക്കുന്നത്. ആലോചിച്ച് നോക്ക്. CPMന്റെ ഒരു MP, അദ്ദേഹം BJP സർക്കാരുമായിട്ടുള്ള ഒരു ഏജന്റായിട്ട് പ്രവർത്തിച്ചെന്ന്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പാർട്ടിയിൽ ഉണ്ടായോ? ജനങ്ങളും അതുപോലെ പാർട്ടിയുടെ അനുഭാവമുള്ളവരും താഴെത്തട്ടിലുള്ള പ്രവർത്തകരും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിണറായി അതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. അതാണ് ഇപ്പോൾ ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതി. അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞെന്ന് മാത്രം. എല്ലാം പിണറായി വരയ്ക്കുന്ന ആ വരയിലൂടെയാണ് പോകേണ്ടത്, പാർട്ടി പ്രവർത്തിക്കേണ്ടത്. സർക്കാർ ഒത്തിരി പരിപാടികൾ നടത്തി, നവകേരള യാത്ര, നവോത്ഥാന യാത്ര, എന്തൊക്കെയോ നടന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? പിണറായി വിജയന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയായിരുന്നു, അല്ലാതെ പാർട്ടിയുടെ ഇമേജ് ഉയർത്താനല്ല. ഇതിന്റെ എല്ലാം ലക്ഷ്യമതായിരുന്നു, PR വർക്കായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പിണറായി വിജയന്റെ പ്രതിച്ഛായ തൊട്ട് ഉയർന്നുമില്ല, അതേസമയം പാർട്ടിയുടെ ഇമേജ് നഷ്ടപ്പെടുകയും ചെയ്തു. അവിടെയൊക്കെ നമ്മുടെ കണ്ട ധിക്കാരം, ധാർഷ്ട്യം, ധൂർത്ത്, ആഡംബര ജീവിതം, ഇതൊക്കെ ജനങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ 4 വർഷമായിട്ട്, 4-4.5 വർഷമായിട്ട്. പിണറായി വിജയൻ നടത്തിയ ഈ നവകേരള യാത്രയൊക്കെ ഉണ്ടല്ലോ, ഓരോ സ്ഥലങ്ങളിലും രാവിലെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുള്ള പ്രാതൽ കൂടിവരവുകൾ, ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങുകൾ, അവിടെയൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകർ കണ്ടത് സമൂഹത്തിലെ വലിയ മുതലാളിമാരെയാ, സമ്പന്നരെയാ, ക്രോണി ക്യാപിറ്റലിസത്തിന്റെ ആൾക്കാരെയാ, പാർട്ടിയുമായുള്ള ബന്ധത്തിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെയാ. പാർട്ടിയുടെ ഏറ്റവും പ്രധാന സഹായികളായിട്ട് മാറിയത് കേരളത്തിൽ തന്നെ വിരലിലെണ്ണാവുന്ന ചില സമ്പന്നരാണ്, വൻകിട സമ്പന്നന്മാരാ. പ്രവർത്തകരും മറ്റും കാണുമ്പോൾ ഇത് സമ്പന്നരുടെ ഒരു പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന എന്നൊരു തോന്നലാണ് ഉണ്ടായത്. അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവരുടെ കൺമുമ്പിൽ കാണുകയാണ് ഇതൊക്കെ. പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ പാർട്ടി. അവർക്ക് അടുപ്പവും ബന്ധവും സഹവാസവും ഒക്കെ തൊഴിലാളി വർഗവുമായിട്ടായിരുന്നു, കർഷകരുമായിട്ടായിരുന്നു, സമൂഹത്തിലെ താഴേക്കടിയിലുള്ള ആളുകളുമായിട്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ അങ്ങ് മാറി. BJPയുമായിട്ടുള്ള അന്തർധാര അത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. ലാവലിലും എക്സാലോജിക്കിലും ഒക്കെ. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പിണറായിക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നത്? മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പിന്നീട് PM ശ്രീ വന്നു, അതിലൊപ്പ് വയ്ക്കുന്നു, കേന്ദ്രം പറയുന്നതൊക്കെ അനുസരിക്കുന്നു. ഇതായിരുന്നു നേതൃത്വത്തിന്റെ രീതി. ആളുകള്, അതുവരെ വിശ്വസിച്ചിരുന്ന ആളുകള് വഴിമാറി പോകാതിരിക്കുമോ? അതാണ് സംഭവിച്ചത്. ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗം, പിണറായിയോട് ചേർന്ന് നിൽക്കുന്നവര്, അല്ലെങ്കിൽ പിണറായി വിജയൻ സംരക്ഷിക്കുന്ന ആളുകള്, അവര് നടത്തിയ തെറ്റായ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തു കൂടിയാണോ ഇത് എന്നാണ് CPMന്റെ ഒരു പ്രാഥമിക വിലയിരുത്തലില് അന്വേഷിക്കുന്നത്. അവരത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ലക്ഷണമാണിത്. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നാണ് പിണറായി വിജയനും അതുപോലെ തന്നെ ഗോവിന്ദ മാർക്സും ഒക്കെ പറയുന്നത്. പക്ഷെ പാർട്ടി ശരിയാവുകയാണ് വേണ്ടത്. പാർട്ടി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഈ ചെങ്ങാത്ത മുതലാളിത്തം ഉണ്ടല്ലോ, അത് അവസാനിപ്പിച്ച് സാധാരണ മനുഷ്യരോട് താതാത്മ്യം പ്രാപിക്കാൻ പറ്റണം. നിങ്ങൾ പെൻഷൻ തരുന്നതും വീട് വെച്ച് കൊടുക്കുന്നതും അതുപോലെയുള്ള സഹായങ്ങൾ നൽകുന്നതും നിങ്ങളുടെ ആരുടെയും ഔദാര്യമല്ല, ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നതല്ല. അങ്ങനെയുള്ള ചിന്ത കൊണ്ടാണ് MM മണിയൊക്കെ ചില പ്രയോഗങ്ങളൊക്കെ നടത്തിയത്. സർക്കാർ തന്നതൊക്കെ വാങ്ങിച്ച് ശാപ്പാട് അടിച്ചിട്ട് മറ്റവന്മാർക്ക് വോട്ട് ചെയ്തെന്ന്. ആലോചിച്ച് നോക്ക്, ഈ പാർട്ടി എവിടെയാ പോയി നിൽക്കുന്നതെന്ന്. കൊടുത്ത പെൻഷന്റെയും മറ്റ് സഹായങ്ങളുടെയും ഒക്കെ പേരില് നാട്ടുകാരെ പരിഹസിക്കുകയും അവമാനിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെയൊന്നും നടക്കും? വാസ്തവത്തിൽ ഇനി ഈ പാർട്ടിയിൽ ചില എതിർ ശബ്ദങ്ങൾ ഉയർന്നേക്കാം. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിണറായി ഇവിടെ നെടിലായിട്ട് നിൽക്കുകയാ, ഒരു സാമന്തനെ പോലെയാ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാർ അങ്ങനെ ആയിരുന്നില്ല. പാർട്ടിക്ക് ഭരണമുള്ളപ്പോൾ മുഖ്യമന്ത്രിമാരുടെ മുമ്പില് അങ്ങനെ സാമന്തപ്പണി ചെയ്തിട്ടില്ലാരും. അദ്ദേഹം ആ നെടിലിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ലെങ്കിൽ അദ്ദേഹം ഓഡിറ്റ് ചെയ്യപ്പെടും, യാതൊരു സംശയവുമില്ല. ഇനി ഇത്തരത്തിൽ എതിർ ശബ്ദങ്ങൾ ഉണ്ടാവുന്നില്ല, ഞങ്ങൾ ഇതുപോലെ മുന്നോട്ട് പോകും എന്നതാണ് തീരുമാനമെങ്കിൽ, അതിനാണ് പിണറായി വിജയനും കൂട്ടരും പാർട്ടിയെ നിർബന്ധിക്കുന്നതെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ ഇപ്പൊ തന്നെ പറയാം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ വലിയ തകർച്ചയും പതനവുമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്.